ബംഗളൂരുവിൽ കോളേജിലെ ഓണാഘോഷത്തിനിടെയുണ്ടായ ആവേശം സിനിമ മോഡൽ സംഘർഷം അത് ആശങ്ക പരത്തുന്നുണ്ട്. ഒന്നാം വർഷ വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് പരിസരവാസികളാണ് പ്രശ്നമുണ്ടാക്കിയത് എന്നാണ് സൂചന. സംഭവത്തിൽ മലപ്പുറം സ്വദേശിയായ മുഹമ്മദ് സാബിത്ത് എന്ന വിദ്യാർത്ഥിക്ക് കുത്തേൽക്കുകയും ചെയ്തു. ആചാര്യ നഴ്സിംഗ് കോളേജിലാണ് ഓണാഘോഷത്തിനിടെ ഇത്തരത്തിൽ സംഘർഷമുണ്ടായത്. സംഭവത്തിൽ 4 പ്രതികളാണ് അറസ്റ്റിലായത്. ഈ ആവേശം സിനിമ ഇറങ്ങിയതിന് ശേഷം ഈ രംഗണ്ണനെ പോലുള്ളവർ നമ്മുടെ കോളേജുകളിൽ കേന്ദ്രീകരിച്ച് സജീവമാകുകയാണ്. അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നഴ്സിംഗ് കോളേജിൽ നടന്ന അതിക്രമം. ഇന്നലെ രാത്രിയോടുകൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. പക്ഷേ അതിനെ തുടർന്ന് കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ ഏറെ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. ദൃക്സാക്ഷികളായിട്ടുള്ളതും പരിക്കേറ്റ കുട്ടികൾ പറയുന്ന നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ കൂടിയാണ്. ഈ ബംഗളൂരുവിൽ തന്നെയുള്ള ഭരത് എന്ന ഒരു യുവാവ്, അയാളാണ് ഈ രംഗണ്ണനെ പോലെ ഈ കോളേജിലെ ഫസ്റ്റ് ഇയറിലുള്ള വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ അക്രമവും ഭീകര അന്തരീക്ഷവും ഒക്കെ കോളേജിലും ഹോസ്റ്റലിലും ഒക്കെ സൃഷ്ടിച്ചതെന്നാണ് പറയുന്നത്. പക്ഷെ ഇവർ പോലീസ് ഇതിനെതിരെ, ഈ ഭരത്തിനെതിരെ കേസെടുക്കാൻ തയ്യാറാകാത്തതും ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ, പരിക്കേറ്റ മലപ്പുറം സ്വദേശിയായിട്ടുള്ള സുഹൈൽ ഉൾപ്പെടെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് പോലീസിനെതിരെയും കോളേജിനെതിരെയും. കോളേജ് അധികൃതരും ഇതിൽ നടപടി സ്വീകരിക്കുന്നില്ല എന്നവർ പറയുന്നുണ്ട്. ഇതുവരേക്കും 4 പേരെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ കൂടുതൽ ആളുകളുണ്ട് എന്ന് തന്നെയാണ് വിദ്യാർത്ഥികളും പറയുന്നത്. ആദിത്യൻ എന്ന, ഇന്നലെ അറസ്റ്റ് ചെയ്തതിൽ ആദിത്യൻ എന്ന മാഹി സ്വദേശി, ഈ കോളേജിൽ തന്നെ പഠിച്ചൊരു വിദ്യാർത്ഥിയാണ്. ആ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിരുന്നില്ല. കോളേജിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് ഇയാൾ. ഈ കോളേജിന്റെ അടുത്ത് തന്നെ ഒരു ടാറ്റു സ്റ്റുഡിയോ തുടങ്ങുകയും അവിടെയാണ് ഈ മറ്റ് കൂട്ടുകാരെല്ലാവരും ചേർന്ന്, അല്ലെങ്കിൽ മറ്റ് ആളുകളെല്ലാം ചേർന്ന് ഗൂഢാലോചന നടത്തുകയും അല്ലെങ്കിൽ അവർ ഒത്തൊരുമിക്കുന്ന ഒരു കേന്ദ്രമായി ഈ ഒരു ടാറ്റു സെന്റർ മാറുകയും ചെയ്തു. കോളേജിലെ ഓണാഘോഷത്തിനിടയിലുണ്ടായ ചെറിയ തർക്കം അത് ആ സമയത്ത് തന്നെ സംസാരിച്ച് പരിഹരിച്ചിരുന്നു. പിന്നീട് ഈ ആദിത്യനും ഭരത്തും പോലുള്ള കോളേജിന് പുറത്തുനിന്നുള്ള യുവാക്കൾ കോളേജിന്റെ ഹോസ്റ്റലിലേക്ക് വരികയും അതും 1ാം വർഷ വിദ്യാർത്ഥികളുടെ സഹായത്തോടുകൂടി കോളേജിന്റെ ഹോസ്റ്റലിലേക്ക് എത്തുകയും അവിടെയാണ് ഈ ഇന്നലെ അപകടത്തിൽ കുത്തേറ്റ ഗുരുതരമായി ചികിത്സയിലുള്ള സുഹൈലിന് കുത്തേൽക്കുകയും സുഹൈലിന് ഒപ്പം ഉണ്ടായിരുന്ന മറ്റ് സഹപാഠികളെ മർദ്ദിക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. എന്നാലും വിദ്യാർത്ഥികൾ എന്തായാലും ഏറെ ഭയപ്പാടിലാണ്. ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുമോ എന്ന പേടി അവർക്കുണ്ട്. കോളേജ് അധികൃതരായിക്കോട്ടെ കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടുകളോ അല്ലെങ്കിൽ കടുത്ത നടപടികളോ ഒന്നും സ്വീകരിച്ചില്ല എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം കൂടി ഈ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്.